കുട്ടികളോട് മാതൃകയായിരിക്കണമെന്ന് പറഞ്ഞ മാഷ് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റാതായിപ്പോയി. കൈവിട്ടുപോയ പട്ടം പോലെ എങ്ങോട്ടെന്നറിയാതെ പറക്കുകയാണ് മനസ്സ്. ഇപ്പോൾ വല്ലാത്തൊരു ഭയം. ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾ ആരാ ഭയക്കാത്തത്? കാലം നല്ല മാഷിന് തന്ന സമ്മാനം. ചൂരലിന് പകരം കനമുള്ള വടി. അടിക്കാൻ കുട്ടികൾക്ക് പകരം പാറ. ഇനിയുള്ള ജീവിതം 4 മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങി. മാഷേ, ശരി മാഷേ. ആ പെൺകുട്ടിയെ കുറിച്ച് അറിയാത്തതാ. മാഷിന്റെ രൂപ ഇങ്ങനെ വെറുതെ കളയരുത്. സ്നേഹം കൊണ്ട് പറയുന്നതാ. നമ്മുടെ കയ്യിലിരിക്കുന്ന രൂപ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാ അതിന് വിലയുള്ളത്. അത് കടവായാലും വെറുതെ ആയാലും ആ കുട്ടിയെ വിലയിരുത്തേണ്ടത് മറ്റുള്ളവർ പറഞ്ഞല്ല. എനിക്കറിയാവുന്ന പോലെ ആ കുട്ടിയെ മറ്റാർക്കും അറിയില്ല. രാഹുലേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെയും വിചാരിച്ചു അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടണ്ട. നീ ഉദ്ദേശിക്കുന്നത് ആളല്ല ഈ പോള്. ഈ റിസോർട്ടിന്റെ പാർട്ട്ണറാക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ മൊത്തം കാശും അയാൾ വാങ്ങിയത്. ഇപ്പോൾ ഇതിന്റെ മാനേജരായിട്ട് ഞാൻ ജോലി ചെയ്യേണ്ടി വരികയാണ്. അയാൾ കൗശലക്കാരനാണ്, സൂക്ഷിക്കണം. അത് നിങ്ങളുടെ കാഴ്ചപ്പാടില്ല. ഞാൻ എത്ര കാലമായി പോൾ സാറിനെ കാണുന്നതാ. ഓ, സാർ അകത്തല്ല, പുറത്താണ്. ഓ, ആ സാറേ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. എന്താ ഇത്ര താമസിച്ചത്? കളക്ടറെ കാണാൻ പോയാ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങ് പോരാ. പക്ഷെ ഈ സാധനം എടുക്കാനേ ഇത്തിരി പാടാ. നിനക്കറിയാമല്ലോ എനിക്ക് കമ്പനി കൂടി കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലെന്ന്. പിന്നെ നീ ആയതുകൊണ്ടാ. കുറച്ചുകൂടെ കഴിക്കേ. എനിക്ക് നിന്നോട് അത്യാവശ്യമായൊരു കാര്യം പറയാനുണ്ട്. നിന്റെ പ്രണയമൊക്കെ എവിടം വരെ ആയി? ഈ കാട്ടുപ്രദേശത്ത് അവളെ പ്രണയിക്കാൻ ഞാനല്ലാതെ പിന്നെ ആരിയ്ക്കുന്നു? അവളെ പ്രണയിക്കാൻ ഒരാൾ ഈ റിസോർട്ടിൽ ഉണ്ടെങ്കിലോ? ആ, എന്താ വിശ്വാസം വരുന്നില്ലല്ലേ? അതുകൊണ്ടാ നിന്നോട് കുറച്ചുകൂടെ കഴിക്കാൻ പറഞ്ഞു, ഒരു ബലത്തിന് വേണ്ടി. പണ്ടെങ്കോ പഠിപ്പിച്ച മാഷ നന്മയുള്ളവനാ. പക്ഷേ പ്രായം ഇത്തിരി കൂടിപ്പോയി. പെണ്ണെന്ന് വെച്ചാ അവൾ ബുദ്ധിയുള്ളവളാ. മാഷിന് മരിക്കുന്നവരെ പെൻഷനുണ്ട്. അതവൾക്ക് നന്നായി അറിയാം. നിനക്കോ സ്ഥായിയായ ഒരു ജോലി ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ മാഷ് റിട്ടയർഡ് ആയപ്പോൾ കിട്ടിയ തുക ലക്ഷങ്ങൾ കാണും. ഇല്ല സാറേ, അവൾക്ക് എന്നെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എൻ്റെ കൈപിടിച്ചാണ് സ്കൂളിൽ വന്നത്. ആ യാത്രയിൽ അവളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം എന്നോട് പറയും. അത് ദുഃഖമായാലും സന്തോഷമായാലും അതിന് ഞാൻ കൊടുക്കുന്ന മറുപടി അവൾക്ക് ഒരുപാട് ആശ്വാസം നൽകുമായിരുന്നു. ഇന്നും ആ മുഖത്തെ ചിരി മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവൾ മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ എന്നോട് യാത്ര പറയാൻ വന്നിരുന്നു. ആരും കാണാതെ കവിളത്തൊരു ഉമ്മയും തന്നിട്ടാണ് പോയത്. അന്നു മുതൽ പ്രണയിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കരുത്. ഞാൻ കണ്ട പോലെ സ്ത്രീകളെ നീ കണ്ടിട്ടില്ലല്ലോ.
രാഹുലിനെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പറയാതിരുന്നത്. അവൾ ഈ ബാഗും തൂക്കി നടക്കുന്നത് പോലും കച്ചവടത്തിനൊന്നും അല്ലെന്ന ചില ആളുകളൊക്കെ അടക്കം പറയുന്നത്.